പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം, അല്ലാതെ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കരുത്. യുഎസിലെ ക്യാമ്പസുകളിലെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം ഇങ്ങനെയാണ്. 300-ലധികം പേരുടെ വിസ റദ്ദാക്കിയതായി അറിയിച്ച റൂബിയോ പ്രതിഷേധിക്കുന്നവരെ ഭ്രാന്തന്മാർ എന്നും വിശേഷിപ്പിച്ചു. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ ഫലസ്തീൻ അനുകൂല പ്രതിഷേധം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിസ റദ്ദാക്കൽ ക്യാമ്പയിനും പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടു പോകണമെന്ന് ഇമെയിൽ സന്ദേശമാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളും സമാന ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഫലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു US ഫെഡറൽ ഇമിഗ്രേഷൻ അധികൃതർ തുർക്കിയിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥി റുമൈസ ഓസ്തുർക്കിനെ കസ്റ്റഡിയിലെടുത്തത്. റുമൈസയെ പകൽ വെളിച്ചത്തിൽ മുഖംമൂടി ധരിച്ച ഏജന്റുമാർ തടഞ്ഞുവെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മസാച്യുസെറ്റ്സിലെ സോമർ വില്ലയിലുള്ള വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം നോമ്പ് തുറക്കാൻ പോകുമ്പോഴായിരുന്നു 30-കാരിയായ റുമൈസയെ ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്തത്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വഴി US ഉപരിപഠനത്തിനെത്തിയതായിരുന്നു റുമൈസ. ടഫ്സിലെ ചൈൽഡ് സ്റ്റഡി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡോക്ടറൽ പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയാണവർ. F1 വിസയിലാണ് ഇവർ US തങ്ങിയിരുന്നത്. US ഭീകര സംഘടനയായി കണക്കാക്കുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാരോപിച്ചാണ് തെളിവുകളൊന്നും നൽകാതെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് റുമൈസയ്ക്കെതിരെ കുറ്റം ചുമത്തിയത്. ടഫ്സിലെ ഫലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു റുമൈസ. ഇസ്രായേൽ ബന്ധമുള്ള കമ്പനികളിൽ നിന്ന് പിന്മാറുക, ഫലസ്തീനിലെ വംശഹത്യക്കെതിരെ നിലകൊള്ളുക എന്നീ വിദ്യാർത്ഥികളുടെ ആവശ്യം നിരാകരിച്ച സർവകലാശാലയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ക്യാമ്പസ് പത്രമായ ടഫ്സ് ഡെയിലിയിൽ ഓസ്തുർക്ക് ലേഖനവും എഴുതിയിരുന്നു. ഇതാണ് അറസ്റ്റിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. കുറ്റകൃത്യങ്ങളിൽ പ്രതികളല്ലെങ്കിലും ക്യാമ്പസിലെ ഫലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ തുടരുകയാണ്. അതിലേറ്റവും പുതിയതാണ് റുമൈസയുടെ അറസ്റ്റ്. അക്കാദമിക ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് ഈ നടപടികളെല്ലാം വിമർശിക്കപ്പെടുന്നത്. സംഭവം കോടതി കയറിയതിനു പിന്നാലെ റുമൈസയെ നാടുകടത്തുന്നത് മസാച്യുസെറ്റ്സിലെ ഫെഡറൽ ജഡ്ജി തടഞ്ഞിരുന്നു. ഹർജിയിൽ തീരുമാനമെടുക്കുന്നതുവരെയോ ഇനിയൊരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ റുമൈസയെ നാടുകടത്താൻ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം. കൊളംബിയ സർവകലാശാലയിൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാരോപിച്ച് ഫലസ്തീൻ വിദ്യാർത്ഥിയായ മഹ്മൂദ് ഖലീലിനെ നാടുകടത്താൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടതിൽ നിന്നാണ് വിദേശ വിദ്യാർത്ഥികൾക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര നടപടി ആരംഭിക്കുന്നത്. ജനുവരിയിൽ അധികാരത്തിലേറിയ ട്രംപ് ഫലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട ചില വിദേശ വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിലേക്കുള്ള ആദ്യ പടിയായിരുന്നു ഖലീലിന്റെ അറസ്റ്റ്. എന്നാൽ ഈ നാടുകടത്തലും ഫെഡറൽ കോടതി പിന്നീട് തടഞ്ഞിരുന്നു. വിസ റദ്ദാക്കപ്പെട്ട വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടുപോകണമെന്നതാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. നിയമപരമായ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇല്ലാതെ അമേരിക്കയിൽ താമസിക്കുന്നത് പിഴ, തടങ്കൽ കൂടാതെ നാടുകടത്തലിനും കാരണമാകും. കൂടാതെ ഭാവിയിൽ അമേരിക്കൻ വിസ ലഭിക്കുന്നതിന് അയോഗ്യതയ്ക്കും ഇത് കാരണമായേക്കാം. ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടപടികളെ ന്യായീകരിച്ചിരുന്നു. അമേരിക്കയിൽ വരുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമാണെന്നും സർവകലാശാല ക്യാമ്പസുകളെ തകർക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാകാനല്ല എന്ന കാര്യം ഓർമ്മിക്കണമെന്നും റൂബിയോ പറഞ്ഞിരുന്നു. കള്ളം പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് വിസ നേടാം, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ വിസ റദ്ദാക്കുമെന്ന ഭീഷണിയും അദ്ദേഹം നടത്തിയിരുന്നു.